Hello guys, welcome back to Pocket. നമ്മുടെ എക്സ്പൾസ് റാലി തന്നെയാണ് നമ്മളെ കൂടെ ഉള്ളത്. നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് വേറെ എങ്ങോട്ടും അല്ല, രാത്രി ആയതുകൊണ്ട് ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയാനുള്ളത് കൊടൈക്കനാലാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു, ഇതേ ഇപ്പോൾ ഏകദേശം ഒരു 5 o'clock 5:30 ഒക്കെ ആയി കാണും. കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരം ഇങ്ങനെ വെളുത്ത് വരും. ഈ ഒരു നേരം വെളുത്ത് വരുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ഒരു ടൈമിലത്തെ കുറച്ച് വീഡിയോസ് ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനോടൊപ്പം തന്നെ നേരെ ഉൾട്ടാണ് ഇപ്രാവശ്യം ചെയ്യണത്. അതായത് നമുക്ക് എക്സ്പൾസ് റാലിയുടെ, ഞാനിപ്പോൾ അതേ കുറച്ചധികമായി ഞാനിപ്പോൾ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുന്നത്. ഒരു 10,000-2,000 കിലോമീറ്റേഴ്സ് ഞാനിപ്പോൾ ഈ വണ്ടി ഓടിച്ചു. അപ്പോൾ ഈ വണ്ടിയിലുള്ള ഈ എക്സ്പൾസ് റാലി കിറ്റിലുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസും അതേപോലെ തന്നെ ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം കേട്ടോ. ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ എടുക്കുന്നത് 28-നാണ്, December 28-നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തോന്നുന്നുണ്ട്, ന്യൂ ഇയർ ആയതുകൊണ്ടും ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് തന്നെ തോന്നുന്നുണ്ട് നല്ല ചെക്കിംഗ് ആണ്. വരണോടത്ത് എല്ലായിടത്തും പിടിച്ച് നിർത്തി അവർ ചെക്ക് ചെയ്യിപ്പിച്ച് പേപ്പറും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യിപ്പിച്ചിട്ടാണ് വിടുന്നത്. അപ്പോൾ ഇനിയൊരു ചെക്ക് പോസ്റ്റും കൂടി ഉണ്ട്. അതുകൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകൂടിയും ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് വ്ളോഗ് എടുക്കാം. കാരണം ഇവർ ഇടയിൽ എവിടെയൊക്കെയാണ് നിൽക്കുന്നത്, എന്താ ചെയ്യണമെന്നൊന്നും അറിയണില്ല. അപ്പോൾ ഇടയിൽ ഇങ്ങനെ നിർത്തേണ്ടി വരികയാണ്. അപ്പോൾ നമുക്ക് അതുകൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫ്രീ ആവും. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ലേറ്റ് ഇങ്ങനെ വന്ന് തുടങ്ങും. അപ്പോൾ ആ ലേറ്റ് വന്ന് തുടങ്ങണതിനെ എനിക്ക് ക്യാപ്ചർ ചെയ്യണമെന്നാണ് എൻ്റെ ഇന്നത്തെ ഒരു ആഗ്രഹം. അപ്പോൾ നമുക്ക് പോണ വഴിയിലുള്ള കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം. ഓക്കെ, എവിടേക്ക് നിർത്താനാണ് അവർ പറഞ്ഞിട്ടുള്ളത്? സാറേ കാലെത്താത് ഓ ആ ഈ പാസ് അங்கே ചെക്ക് பண்ணியாச்சு. ഓക്കെ ഓക്കെ, താങ്ക് യു. ഹായ്, ബൈ ബൈ. യെസ്, എന്താണെന്നറിയില്ല, റൈഡേഴ്സിൻ്റെ അടുത്ത് അവർക്ക് ഭയങ്കര ബഹുമാനാട്ടാ. എന്തോ ആവട്ടെ, ആരൊക്കെയോ പറഞ്ഞ പോലെ ഗിവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എന്നല്ലേ. എനിക്കെന്തായാലും ഇവിടുത്തെ സാറന്മാരെനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് കുറച്ച് കാഴ്ചകളും എൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം കേട്ടോ. ഹൈ വാ, ഫസ്റ്റ് ഹെയർ പിൻ കഴിഞ്ഞു. ഹൈ വാ, ഇതെന്തായാലും അടിപൊളിയായിരിക്കും. നമുക്കൊന്നുകൂടി വെളിച്ചിങ്ങനെ വന്ന് വരുമ്പോൾ അയ്യോ നല്ല വിഷ്വലൊക്കെ കിട്ടും. എനിക്കെന്തോ ഭയങ്കര സന്തോഷം ഇങ്ങനെ കാണുമ്പോൾ തന്നെ. വേറെ ഒന്നുമല്ല ഈ ഒരു സന്തോഷം, ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ടൈമിൽ ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്യാന്നുള്ളൊരു മൈൻഡ് തന്നെ വന്നത്. അയ്യോ എന്ത് രസമാണ്. എൻ്റെ ഒരു റൈഡ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ തന്നെ, ഇപ്പോൾ ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ പുറത്ത് ശരിക്കും ഇരിക്കുമ്പോൾ ഒരു കുതിരയുടെ പുറത്തിരിക്കണ പോലെ തന്നെയാണ് ഇതിൻ്റെ പുറത്തിരിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടണ ഒരു വിഷ്വൽസ് എന്ന് പറയാനുണ്ടെങ്കിൽ കുറച്ച് ഹൈറ്റിലാണ്. ഇപ്പോൾ ബാക്കി കമ്പാരിറ്റീവ്ലി എല്ലാ ബൈക്സിനെ വെച്ച് നോക്കുമ്പോൾ ബൈക്കിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിരിക്കണ പോലെ അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് അടിയിലായിരിക്കും ഇരിക്കുക. ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ 875 സംതിങ് എത്ര ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ്. എനിക്ക് എന്തോ ഈ ഒരു എക്സ്പൾസ് റാലി എനിക്ക് കാലെത്തില്ല എന്നുണ്ടെങ്കിൽ കൂടിയും എനിക്ക് ഈ ഒരു വണ്ടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിന് കാരണം വേറൊന്നുമില്ല, ഇത്രയും ഹൈറ്റിൽ ഇരുന്നിട്ടാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. സോ നമ്മൾ ബാക്കിയുള്ള വണ്ടികൾ ഓടിക്കണ പോലെയല്ല ഇതിൻ്റെ ഒരു ഫീൽ എന്ന് പറയുന്നത്. ഇത് റാലി എഡിഷനാണ്, അറിയാലോ. ഇതിൻ്റെ പുറത്തിരുന്ന് ഓടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫീൽ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ പറഞ്ഞതുപോലെ ഇതിൻ്റെ സ്പെക്ക് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കുറച്ചുകൂടി വെളിച്ചം വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. യാതൊരുവിധ പരിചയവും ഇല്ലാത്ത ആൾക്കാരാണ് ഈ ഫ്രണ്ടിൽ പോണ ഈ 3 പേര്. പക്ഷേ എന്നൊരു ഒത്തൊരുമയോട് കൂടിയിട്ടല്ല എല്ലാവരും പോണത്. അതൊരു റൈഡേഴ്സിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. വഴിയിൽ നിന്ന് ഇതുപോലെ ഒരുപാട് കൂട്ടുകാരെ കിട്ടും. ഇപ്പോൾ നോക്കിയേ, രണ്ട് മലകളുടെ ഇടയിൽ ചന്ദ്രൻ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, ഗോപ്രോയിൽ എത്രത്തോളം ഇത് ക്യാപ്ചർ ആവുമെന്നുള്ളത് എനിക്കറിയില്ല. എന്നാലും
എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ ഇതൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ അത് നേരിട്ട് കാണാൻ എൻ്റെ മോനെ വേറെ ഫീൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഇതൊരു ചെറിയൊരു ചായക്കടയായിരുന്നു. നമ്മളിതേ ഇപ്പോൾ ഇവിടുത്തെ മെയിനായിട്ട് കയറി വരുമ്പോൾ ഉള്ള തന്നെ ഒരു വ്യൂ പോയിൻ്റാണിത്. നമുക്കിത് നേരം വെളുത്ത് ഇങ്ങനെ വരണേ കാണാൻ പറ്റും. കുറച്ച് വീഡിയോസ് ഞാൻ ഫോണിലെടുത്ത് തരാം. അപ്പോൾ നേരം ഫുള്ള് വെളുത്തിട്ടുണ്ട്. നല്ല ലൈറ്റോട് കൂടി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എൻ്റെ പൊന്നെ എന്തൊരു തണുപ്പ്! ഓ, തണുപ്പ് കാരണം ഒന്നും പറയാനും പറ്റില്ലല്ലോ. എന്നാലും നമ്മൾ ടാസ്ക് എടുത്ത സ്ഥിതിക്ക് നമ്മളത് കംപ്ലീറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഈ ഒരു എക്സ്പൾസ് റാലിയുടെ എൻജിൻ സൈഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 199.6 ആണ് ഇതിൻ്റെ CC വരുന്നത്. 18.9 8500 RPM ഇതിൻ്റെ BHP വരുന്നത്. പിന്നെ ഇതിൻ്റെ ടോർക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 17.35 Nm 6500 RPM ഇത് വരുന്നത്. അതേപോലെ തന്നെ ഈ എക്സ്പൾസ് റാലിയുടെ വെയിറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 160 kg ആണ് ഇതിൻ്റെ കർബ് വെയിറ്റ് വരുന്നത്. അതുപോലെ തന്നെ 270 mm ഗ്രൗണ്ട് ക്ലിയറൻസും വരുന്നുണ്ട് കേട്ടോ ഈ ഒരു വണ്ടിക്ക്. അങ്ങനെ നോക്കുമ്പോൾ 270 mm ഗ്രൗണ്ട് ക്ലിയറൻസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഊഹിച്ചാൽ മതി. ഇതിന് കല്ല്, അതുപോലെ തന്നെ വലിയ വലിയ കല്ല് കാര്യങ്ങളൊന്നും ഈ ഒരു എക്സ്പൾസ് റാലിനെ സംബന്ധിച്ച് ഇവനൊരു പ്രശ്നമേ അല്ല. ആകെ നിങ്ങൾക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ഒന്ന് കോൺഫിഡൻസ്, നിങ്ങൾക്ക് സ്കില്ലുണ്ടോ, വണ്ടി ഓടിക്കാൻ പറ്റുമോ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മുതല് അടിപൊളിയായിട്ട് തന്നെ ഏത് തരത്തിലുള്ള റോഡാണെന്നുണ്ടെങ്കിലും നമുക്ക് എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അത്രയും ഗ്രൗണ്ട് ക്ലിയറൻസും വീൽ ബേസും ഈ ഒരു വണ്ടിക്ക് വന്നേക്കുന്നത്. മെയിനായിട്ട് ഈ വണ്ടിക്ക് കാലെത്തിയില്ല എന്നുണ്ടെങ്കിൽ കളി മാറും. ഇപ്പോൾ എനിക്ക് കാലെത്തിയിട്ടല്ല, പിന്നെ 160 kg ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് കാലെത്താഞ്ഞിട്ടും ഞാൻ ഈ ഒരു വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അല്ലാത്ത പക്ഷം ത്രോട്ടിലൊന്നും അധികം എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഈ ഒരു വണ്ടിയിലേക്ക് വരാണ്ടിരിക്കുന്നതാണ് ബെറ്റർ. ചില സ്ഥലത്തൊക്കെ കാലെ കുത്തേണ്ട സാഹചര്യങ്ങൾ തന്നെ വേണ്ടി വരും. ആ സ്ഥലത്ത് നിങ്ങൾക്ക് വണ്ടി കൺട്രോൾ ചെയ്യാൻ വേണ്ടി തന്നെ പറ്റണം. അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ ഒരു കോൺഫിഡൻ്റ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം എക്സ്പൾസിനെ ജസ്റ്റ് ഒന്ന് അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നോർമൽ എക്സ്പൾസ് എടുക്കണമായിരിക്കും ബെറ്റർ. അല്ലാത്ത പക്ഷം ഈ ഒരു എക്സ്പൾസ് നിങ്ങൾ നോക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോട്ടിൽ കുറച്ച് ഫണ്ണായിട്ട് ഓടിക്കണം, കുണ്ടും കുഴിയൊന്നും ഒട്ടും അറിയരുത് എന്നൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി നോക്കാവുന്നതാണ്. സത്യം പറയാലോ, ഫണ്ണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജാതി രസമായിട്ട് ഈ ഒരു വണ്ടി ഓടിക്കാനായിട്ട്. എനിക്കിതുപോലെ ഫീൽ ചെയ്തിട്ടുള്ളത് ഡ്യൂക്ക് 390 എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം അതൊരു നേക്കഡ് ബൈക്ക് തന്നെയാണ്. ഇപ്പോൾ പവർ കൊണ്ട് അത്രയും ഒരിക്കലും എത്തില്ല. ഞാൻ ഇപ്പോൾ കമ്പയർ ചെയ്യണത് ഇതിൻ്റെ പവർ വെച്ചിട്ടൊന്നല്ല. പവർ കൊണ്ട് ഒരിക്കലും ഇത് അതിൻ്റെ 7 അയലങ്കത്തേക്ക് എത്തില്ല എന്നുള്ളത് അറിയാം. എന്നിരുന്നാലും ഇതിൻ്റെ ഈ ഒരു സീറ്റ് ഹൈറ്റ്, ഈ ഒരു ഫീല് തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയ ഫണ്ട് എന്ന് പറയാനുള്ളത്. പുറമെ നിന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോ ഒരു വലിയൊരു സാധനത്തിൻ്റെ പുറത്തിരുന്നിട്ട് ഓടിച്ചു വരുന്ന പോലെയാണ്. ജസ്റ്റ് വെളിച്ചം വന്നിട്ടുള്ളൂ. ഞാൻ ഇതേ ഒരു വണ്ടിയിൽ എണീറ്റ് നിന്നിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത്. നല്ല അസല് തണുപ്പിൻ്റെ ഉള്ളിൽ നല്ല വ്യൂസും കിട്ടുന്നുണ്ട്. ഇതെന്തായാലും അടിപൊളിയായിട്ടാണ്. നോക്കിയാൽ അവിടെ 4 ലൈറ്റ് ഇങ്ങോട്ട് അടിക്കണണ്ട. സത്യം ഭയങ്കര ബ്യൂട്ടി ആയി പോയി. കുറച്ചായി ഇപ്പോൾ കൊടൈക്കനാലിലേക്ക് വന്നിട്ട്, അതുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നുണ്ട് ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പകുതിയെ കയറിയിട്ടുള്ളൂ. ഇനി മൊത്തമായിട്ട് കയറി കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്നുള്ള അറിയില്ല. എന്തായാലും നല്ലൊരു സ്ഥലത്ത് എത്തിയിട്ട് കുറച്ച് വീഡിയോസും കൂടി എടുത്തിട്ട് വണ്ടിയുടെ ബാക്കി ഡീറ്റെയിൽസ് കൂടി ഞാൻ പറഞ്ഞുതരാം. എൻ്റെ പൊന്നു മോനെ, നോക്കി നിങ്ങൾ ഏതാ വ്യൂ നോക്കിയേ. ഇതിനൊക്കെയാണ് നമ്മൾ ശരിക്കും അക്ഷരം തെറ്റാതെ പറയേണ്ടത്. വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവല്. ആ സൂര്യൻ ആ മലനിരകളിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ പതിക്കണ കണ്ട. ഈ ഒരു കറോഡിങ് കഴിഞ്ഞോട്ടെ നിങ്ങൾക്ക് കാണാം. ഇനി വേറെ എന്ത് വേണം? യെസ്,
അപ്പോൾ ദേ നമുക്ക് നല്ലൊരു സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഓഫ് റോഡ് ഉണ്ട് അങ്ങോട്ടേക്ക്. ആ ഓഫ് റോഡൊക്കെ ഒന്ന് കയറി ഒരു മലയുടെ മുകളിൽ, ഒരു പാറയുടെ മുകളിൽ ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ പെക്കും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഫുള്ള് കാടാണ് ഇവിടെ. അതിൻ്റെ തൊട്ടപ്പുറത്താണ് കരടിക്കാട് എന്നൊക്കെ പറയൂ. സീനാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു അടിപൊളി സ്പോട്ട്. നമ്മളിത് ഈ പാറയുടെ മുകളിൽ കൂടെ വണ്ടി കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു വണ്ടിയുടെ എൻജിൻ സൈഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഓടിച്ച് വരുമ്പോൾ പറഞ്ഞിരുന്നു 199.6 cc ഓയിൽ കൂൾഡ് 4 സ്ട്രോക്ക് 4 വാൾവ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ഈ ഒരു എക്സ്പൾസ് റാലി 4 വീൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ BHP എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 18.9 8500 RPM വരുന്നത്. അതുപോലെ തന്നെ 17.35 Nm ടോർക്ക് 6500 RPM ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സീറ്റ് ഹൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ 885 mm ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. അപ്പോൾ സീറ്റ് ഹൈറ്റ് പറഞ്ഞപ്പോൾ തന്നെ അടുത്തത് നോക്കാനുള്ള ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. അതായത് 270 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഒരു വിധപ്പെട്ട വലിയ പാറയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഫ്രണ്ട് ടയർ ഒന്ന് കയറി നിൽക്കുമ്പോൾ തന്നെ ഒരു വിഷയമില്ല, സുഖമായിട്ട് കയറിപ്പോവും. അപ്പോൾ ഇതിൻ്റെ ഒരു ടാങ്കിൻ്റെ സൈഡിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 13 ലിറ്ററാണ് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. 276 mm ആണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് ഡിസ്ക് സൈസ് വരുന്നത്. റിയർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 220 mm ആണ് ഇതിൻ്റെ റിയർ സൈഡിലും വരുന്നത്. അതിനോടൊപ്പം തന്നെ കൂടിയിട്ടുള്ള വീൽ സൈഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 21 ഇഞ്ചാണ് ഇതിൻ്റെ വീല് വരുന്നത്. അതായത് 90-90-21 ആണ് ഇതിൻ്റെ ടയറിൻ്റെ സൈസ് വരുന്നത്. ബാക്കിലത്തെ വീൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 18 ഇഞ്ചും 120/80 ആണ് ഇതിൻ്റെ ടയർ സൈസ് ബാക്കിൽ വരുന്നത്. കാണാൻ പറ്റും നമുക്കിവിടെ 2 വീലും സ്പോക്ക് വീലാണ് വരുന്നത്. അതിന് അതിൻ്റെതായ അഡ്വാൻറ്റേജുകളുണ്ട്. ഡിസ്കിൻ്റെയും വീലിൻ്റെയും സെക്ഷനിൽ നമ്മൾ പറഞ്ഞപ്പോഴാണ് ഈ വണ്ടിയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഇതിന് സിംഗിൾ ചാനൽ ABS ആണ് വന്നിരിക്കുന്നത്, ഡ്യുവൽ ചാനലല്ല. ബാക്ക് സൈഡിൽ ABS ഇല്ല. അത് വേണമെന്നുണ്ടെങ്കിൽ ഹീറോന് എൻ്റെ ഒരു അഭിപ്രായമായിട്ട് ഞാൻ പറയണത് സ്വിച്ചബിൾ ആക്കായിരുന്നു. ഡ്യുവൽ ചാനൽ ABSോട് കൂടിയിട്ട് സ്വിച്ചബിൾ ആക്കായിരുന്നു. കാരണം ഈ വണ്ടിക്ക് ഒട്ടും വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ സംടൈംസ് എന്താ പറയുക, ചില ചരലിലൊക്കെ നമ്മൾ ബാക്ക് ബ്രേക്ക് അങ്ങാനും പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ലിപ്പായി പോണ ഒരു അവസ്ഥ എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. വരും വണ്ടികളിൽ നമുക്കത് പ്രതീക്ഷിക്കാം, മേ ബി ചിലപ്പോൾ ഉണ്ടാവാം. അടുത്തതായിട്ട് ഇതിൻ്റെ സസ്പെൻഷൻ്റെ സൈഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് സൈഡിൽ 220 mm ട്രാവലിംഗ് ഉള്ള സസ്പെൻഷനാണ്. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. നമ്മളൊന്നും അറിയില്ല വണ്ടിയും അത് പോണത് തന്നെ. പിന്നെ ഇതേ സ്വിച്ചസിൻ്റെ സൈഡിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ നമുക്കിവിടെ ഒരു കിൽ സ്വിച്ച് കാണാൻ വേണ്ടി പറ്റും. ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ നമുക്ക് ലൈറ്റ് ഓൺ ചെയ്യാനും ഡിമ്മ് ബ്രൈറ്റ് അതിൻ്റെ ഒരു സ്വിച്ച് കാണാൻ വേണ്ടി പറ്റും. പക്ഷേ എനിക്ക് ഈ ഒരു സ്വിച്ചിൽ തന്നെ എനിക്കൊരു പോരായ്മ തോന്നിയിട്ടുള്ളത്, സംടൈംസ് നമ്മൾ ബ്രൈറ്റ് ഇട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊന്ന് ഡിമ്മാക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ലിപ്പായിട്ട് ഓഫായി പോവും ഹെഡ്ലൈറ്റ്. അപ്പോൾ അത് എനിക്ക് ഒരു കംഫർട്ട് കുറവായിട്ട് എനിക്ക് തോന്നി. പിന്നെ നമുക്കിവിടെ മുകളിൽ പാസിൻ്റെ ലൈറ്റ് കാണാൻ പറ്റും. നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ കാണാൻ പറ്റും. പിന്നെ എക്സ്പൾസ് സീറോയിൽ വരുന്ന ഹോൺ. അപ്പോൾ നമുക്ക് മീറ്ററിൻ്റെ ഒരു സെക്ഷനിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുഞ്ഞൊരു മീറ്ററാണ് ഇതിൽ വന്നിരിക്കുന്നത്. വളരെ കുറച്ച് ഇൻഫോർമേഷനാണ് ഇതിൽ വരുന്നത്. നമുക്കിത് ഇവിടെ കാണാൻ പറ്റും. ട്രിപ്പ് 1, ഏവറേജ്, ടൈം കാണാൻ വേണ്ടി പറ്റും, ഫ്യൂൽ എത്ര ഉണ്ടെന്നുള്ളത് കാണാൻ പറ്റുന്ന മാതിരിയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം. ഇവിടെ കുറച്ച് വാർണിംഗ് ലൈറ്റുകൾ കാണാൻ വേണ്ടി പറ്റും. നമുക്ക് എഞ്ചിന്, അതുപോലെ ABS, പിന്നെ ഫ്യൂവൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ നമുക്ക് ഇവിടെ കാണിക്കും. അതുപോലെ തന്നെ നമുക്ക് സൈഡ് സ്റ്റാൻഡ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ റെഡ് കളറിൽ നമുക്കിവിടെ ബൈക്കിൻ്റെ സൈഡ് സ്റ്റാൻഡ് ഓൺ ചെയ്തതിൻ്റെ ആ ഒരു സിഗ്നലും കാണിക്കും കേട്ടോ.
പിന്നെ നമുക്ക് ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ സെക്ഷനിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഹീറോന്ന് ലോഗോ വരെ കൊടുത്തിട്ടുണ്ട് ഒരു ഹെഡ്ലൈറ്റിൽ വരെ. അപ്പോൾ ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ലൈറ്റ് ആണ് വരുന്നത്. ബ്രൈറ്റിൽ ഓക്കെ എന്ന് പറയാൻ പറ്റുള്ളൂ. ഡിമ്മിൽ ഒട്ടും പ്രകാശമില്ലാത്ത പോലെ എനിക്ക് തോന്നിയിട്ട് ഇതിൻ്റെ ലൈറ്റ് കുറച്ചും കൂടിയും കൂടിയാൽ കൊള്ളാമെന്ന് എനിക്ക് നല്ല രീതിയിൽ തോന്നിയിരുന്നു. അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ സെക്ഷനിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാലോജൻ ബൾബാണ് ഇതിൽ വന്നേക്കുന്നത്. 2 ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുണ്ട്. ബാക്ക് സൈഡിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾ കസ്റ്റം ചെയ്തിരിക്കുകയാണ്. ഡ്യൂക്കിൻ്റെയോ ഇതിൻ്റെ ഇൻഡിക്കേറ്ററാണ് ആൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ടെയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് സ്റ്റോക്ക് എക്സോസ്റ്റ് അല്ല ഇതിന് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 20K അടുത്ത് വന്നിട്ടുണ്ട്. 20,000 രൂപയുടെ അടുത്താണ് ഇതിൻ്റെ എക്സോസ്റ്റിൻ്റെ ഒരു കോസ്റ്റ് എന്ന് പറയാനുള്ളത്. പിന്നെ ഇതിൽ RCBയുടെ എയർ ഫിൽറ്ററാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ആള്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു സാധനം കൂടി ഉണ്ട്, ഇതിൻ്റെ ക്രാഷ് ഗാർഡ്. നമുക്കിതിൽ കാണാൻ പറ്റും. ഈ ഒരു ക്രാഷ് ഗാർഡ് സത്യം പറയുന്നത് അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു വണ്ടിക്ക് ഈ ഒരു ക്രാഷ് ഗാർഡ് ഭയങ്കര ഒരു മാരക ലുക്ക് തന്നെ കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഹാൻഡിൽ ഇവൻ വേറെയാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതേ ഒരു ഹാൻഡിലും ഈ ഒരു ക്രാഷ് ഗാർഡും ഈ ഒരു വണ്ടിക്ക് ഭയങ്കര സ്യൂട്ടാണ്. അതായത് വരുമ്പോൾ തന്നെ ഒരു ഭയങ്കര മാരക ലുക്കാണ്. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഈ വണ്ടി എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പൾസ് റാലി ഒരെണ്ണം മേടിച്ചാൽ കൊള്ളാമെന്ന് വരെ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് കേട്ടോ ഈ ഒരു വണ്ടി ഓടിച്ചതിന് ശേഷം. കാരണം ഭയങ്കര ലുക്കാണ്. നമ്മൾ വെറുതെ ഒരു 4 ആൾക്കാർ കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഈ ഒരു വണ്ടിയായിട്ട് വരുമ്പോൾ തന്നെ ഭയങ്കര റോഡ് പ്രസൻസ് ആണ് ഈ ഒരു വണ്ടിക്ക്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വല്ലാത്തൊരു റോഡ് പ്രസൻസ് തന്നെയാണ് ഈ ഒരു വണ്ടിക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു എക്സ്പൾസ് 4V റാലി കിറ്റിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ വരുന്ന വഴിക്ക് കുറച്ച് ഓഫ് റോഡ്, അതായത് ഞങ്ങൾ ഇപ്പോൾ ഈ കൊടൈക്കനാൽക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്ക് വരുന്ന വഴിക്ക് നമുക്ക് ആദ്യം തന്നെ ചെറിയൊരു കയറ്റം കയറണം. ദെൻ വലിയൊരു കുത്തനുള്ളൊരു കല്ലിട്ടിട്ട് ഓഫ് റോഡായിട്ടുള്ളൊരു വഴിയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്യാം. എന്തായാലും നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണോട് കൂടി തന്നെ ഞാൻ ആ ഒരു വീഡിയോ കൂടി ഞാൻ അറ്റാച്ച് ചെയ്യാം. കുറച്ച് ഓഫ് റോഡിൻ്റെ വീഡിയോസും കൂടി ഉണ്ട്. കുത്തനെ ഇറങ്ങി വന്ന് നമ്മളൊരു അരുവിയൊക്കെ കടന്നിട്ട് വേണം നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്ക് വരണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ട്രാവൽ ബ്ലോഗുമായിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.